നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോടുകൂടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോടുകൂടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് അവർക്ക് എതിർ പറവാൻ വക ഇല്ലായിരുന്നു. അപ്പോസ്തലനായ പത്രോസും യോഹന്നാനും യെരുശലേം ദേവാലയത്തിന്റെ മുറ്റത്തൊരു സന്ധ്യാസമയത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു മുടന്തൻ, ജന്മനാ മുടന്തൻ, വർഷങ്ങളായിട്ട് അവിടെ ഇരുന്ന് ഭിക്ഷ യാചിക്കുന്നുണ്ട്. പത്രോസും യോഹന്നാനും ചെന്നപ്പോൾ അവൻ പതിവ് മറ്റുള്ളവരോട് ചോദിക്കുന്ന പോലെ ഭിക്ഷ ചോദിച്ചു. ആ സമയം സുവിശേഷം പറയാൻ പറ്റിയ സമയമാണല്ലോ എന്ന് മനസ്സിലാക്കി പത്രോസ് അവനോട് സുവിശേഷം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ, മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ മനുഷ്യനായി വന്ന യേശു മനുഷ്യന് വേണ്ടി യാഗമായ ശേഷം അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അദൃശ്യനായി ജീവിക്കുന്നു. നീ അത് വിശ്വസിക്കുന്നെങ്കിൽ ആ യേശുവിൻ്റെ നാമത്തിന്, അതായത് ദൈവമായ യേശുവിന്, ജീവിക്കുന്ന യേശുവിന് നിന്നെ രക്ഷിക്കാൻ കഴിയുമെന്നാണ് പത്രോസ് പറഞ്ഞത്. അവനത് വിശ്വസിച്ചു. അവനത് അനുഭവമായി. എങ്കിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പത്രോസ് പറഞ്ഞപ്പോൾ അവൻ്റെ കാലിൽ നെരിയാണി ഉറച്ചു. അവൻ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവരോടൊപ്പം ആ ദേവാലയത്തിലേക്ക്, അല്ലെങ്കിൽ ആ ദേവാലയത്തിൻ്റെ മണ്ഡപത്തിലേക്ക്, ശലോമോന്റെ മണ്ഡപത്തിലേക്ക് അവൻ ചെന്നു. വർഷങ്ങളായിട്ട് അവന് പരിചയമുള്ള ആളുകൾ ഓടിക്കൂടി, ഇവൻ ഭിക്ഷ അയച്ചുകൊണ്ടിരുന്നവനല്ലേ എന്ന് ചോദിച്ചു. പത്രോസ് പറഞ്ഞു, ഞങ്ങളുടെ ഭക്തി കൊണ്ടോ ശക്തി കൊണ്ടോ ഒന്നുമല്ല, കർത്താവായ യേശുവിലെ വിശ്വാസത്താലാണ്, യേശുവിൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ. നാമം എന്ന് പറഞ്ഞാൽ ദൈവത്വമാണ്. യേശു ദൈവമാണെന്നുള്ള, യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തു, ജീവിക്കുന്നു, യേശുവിന് ഇന്നും ശക്തിയുണ്ട്, സ്നേഹമുണ്ട്, അതാണ് നാമം. ആ നാമത്തിലെ വിശ്വാസത്താലാണ് ഇവന് സൗഖ്യമുണ്ടായത് എന്ന് പറയാനിടയായി. പക്ഷേ പെട്ടെന്ന് പ്രമാണികൾ, പുരോഹിതന്മാരുൾപ്പെടെ ഓടി വന്നിട്ട്, നിങ്ങൾ ഈ ഉപദേശം കൊണ്ട് ഇവിടെ നിറച്ചിരിക്കുകയാണ്, ഒരിക്കലും നിങ്ങളത് ചെയ്യരുത്, നിങ്ങൾ ഇവിടുന്ന് പോകണം എന്നൊക്കെ പറഞ്ഞു. പത്രോസ് യോഹന്നാനും പറഞ്ഞു, ഞങ്ങൾക്ക് അറിഞ്ഞത് ഞങ്ങൾ പറയും, യേശു ആണ് ദൈവം. ആ ദൈവത്തെക്കാൾ മനുഷ്യനെ അനുസരിക്കുന്നത്, നിങ്ങൾക്ക് മനുഷ്യരാണ്, മനുഷ്യനെ അനുസരിക്കുന്നത് യുക്തമല്ല, നീതിയല്ല. വളരെ ധൈര്യത്തോടെ പത്രോസ് യോഹന്നാൻ ഇത് പറഞ്ഞപ്പോൾ അവർ ആശ്ചര്യപ്പെട്ടു. ഈ സാമാന്യരായ ആളുകൾ, ഈ നാട്ടുകാരല്ല, ഗലീലക്കാര്, ഇത്ര ധൈര്യത്തോടെ സംസാരിക്കുന്നുവല്ലോ, ഇവർ വെറും സാമാന്യരും പഠിപ്പില്ലാത്തവരുമായ ആളുകളല്ലേ എന്ന് പറഞ്ഞ് അവര് സ്തബ്ധരായിപ്പോയി. ആ സമയത്ത് സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോടുകൂടെ നിൽക്കുകയാണ്. ഈ 2 അപ്പോസ്തലന്മാരോട് കൂടെ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ നിൽക്കുകയാണ്. ഈ മഹാവിനോദന്മാരെയും അല്ലെങ്കിൽ പ്രമാണികളെയും, സാധാരണ അവിടെയുള്ള യെരുശലേമിലുള്ള യഹൂദന്മാരെ അല്ലേ, പുറത്തുനിന്ന് വരുന്നവരെയൊക്കെ അവന് നല്ല പരിചയമാണ്. വർഷങ്ങളായിട്ട് അവനോട് ഇരിക്കുകയല്ലേ. യഹൂദന്മാരെ സംബന്ധിച്ച് സ്വർഗത്തിൽ പോകാൻ 2 കാര്യമാണ് അവർ ചിന്തിക്കുന്നത്. ഒന്ന്, ദൈവത്തെ സ്നേഹിക്കുക, 2 കൂട്ടുകാരനെ സ്നേഹിക്കുക. ദൈവത്തെ സ്നേഹിക്കാനാണ് ദേവാലയത്തിൻ്റെ അകത്ത് അവർ ചെല്ലുന്നത്. കൂട്ടുകാരനെ സ്നേഹിക്കാനാണ് പുറത്തുള്ള ഭിക്ഷക്കാർക്ക്, ദരിദ്രർക്കൊക്കെ പണം കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആളുകൾ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയുള്ള ഉപാധികൾ ആയിട്ട് അംഗീകരിച്ചിരിക്കുന്ന ഒരു കാര്യം ഇവനോട് ബന്ധപ്പെട്ട് ഉള്ളത് കൊണ്ട് അവനെ അവർക്ക് പരിചയമാണ്. പക്ഷെ അപ്പോസ്തലന്മാരെ പരിചയമല്ല. ഇവൻ സൗഖ്യം പ്രാപിച്ച ശേഷം ഒരു പരിചയവുമില്ലാത്ത, ആദ്യം കാണുന്ന ഗലീലക്കാരായ അവരോട് ചേർന്ന് നിൽക്കുകയാണ്. അതാണ് അവൻ്റെ ധൈര്യം. പ്രസംഗിക്കുന്ന അപ്പോസ്തലന്മാർക്ക് അപാര ധൈര്യമുണ്ട്. ഇപ്പോൾ വിശ്വസിച്ച ആളിനും ധൈര്യം ഉണ്ടാകുകയാണ്. അവൻ പുരോഹിതന്മാരുടെ അടുക്കലേക്കോ അല്ലെങ്കിൽ ഈ ദേവാലയത്തിനകത്തേക്കോ
ഒന്നും പോകാതെ അവൻ്റെ അപ്പോസ്തലന്മാരുടെ കൂടെ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യെരുശലേമിൽ പത്രോസ് പെന്തക്കോസ്ത് നാളിൽ പ്രസംഗിച്ചപ്പോൾ പെരുന്നാളിന് പോകാൻ വന്ന, അവിടുത്തെ കർമാചാരങ്ങൾക്ക് ഒക്കെ വിധേയപ്പെടാൻ വന്ന 3000 ആളുകളാണ് സ്നാനപ്പെട്ടത്. അപ്പോസ്തലന്മാരോട് അവർ ചേർന്നു. പിന്നീട് അവർ പാട്ടുപാടി പ്രാർത്ഥിച്ച് ആരാധിച്ച് സുവിശേഷ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. ഇപ്പോൾ ഇതാ ഈ മനുഷ്യനും അവന് വളരെ പരിചയമുള്ള ആളുകളെയൊക്കെ ഉപേക്ഷിച്ച് ഒരു പരിചയവുമില്ലാത്ത അപ്പോസ്തലന്മാരോട് ചേരുകയാണ്. നിങ്ങൾ എഴുത്തുകാരാണെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടും കുടുംബവും എന്തൊക്കെയാണെന്നോ, നിങ്ങളിവിടെ യെരുശലേമിൽ എത്ര കാലം ഉണ്ടാകുമെന്നോ, നിങ്ങൾക്ക് പള്ളിയുണ്ടോ സെമിത്തേരി ഉണ്ടോ, ഇതൊന്നും ആ മനുഷ്യൻ ചോദിച്ചില്ല. ഞങ്ങളൊക്കെ ക്യാമ്പ് ചെയ്ത് സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്, മലബാറിലും ഇടുക്കിയിലും ഒക്കെ. ഞങ്ങളെ ഒരു പരിചയവും നാട്ടുകാർക്കില്ല. പക്ഷേ ചില ദിവസങ്ങൾ ഈ ദൈവവചനം പ്രസംഗിച്ച് കഴിയുമ്പോൾ അവർക്ക് കർത്താവിനോട് സ്നേഹം ഉണ്ടാകുകയാണ്. കർത്താവിനെ വിശ്വസിക്കുന്നത് പോലെ അവരുടെ ദാസന്മാരായ ഞങ്ങളെയും, അതായത് ഇവരെ ദൈവം അയച്ചതാണ് എന്ന് വിശ്വസിക്കുകയാണ്. അവർ സ്നാനപ്പെടാനും അവരുടെ നിലവിലുള്ള മതത്തോട് ഗുഡ് ബൈ പറയാനും അവർ തയ്യാറാകുകയാണ്. സഭകളുണ്ടോ, സെമിത്തേരിയുണ്ടോ, വിവാഹം നടക്കുമോ, ഇതൊന്നും അവർക്ക് വിഷയമല്ല. ഒറ്റ കാര്യം, ആത്മരക്ഷ, പാപമോചനം. മരണമാസന്നമായതുകൊണ്ട് യേശുവിന് മാത്രമേ മരണശേഷമുള്ള ജീവിതം ഭദ്രമാക്കാൻ കഴിയൂ. യേശുവിനെ കൈക്കൊണ്ടാൽ അവൻ എല്ലാത്തിനും എല്ലാമാണ്. അവൻ ഉപേക്ഷിക്കുകയില്ല, അവൻ കൂടെ ഇരിക്കും. അതാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് അവർ വർഷങ്ങളായി പരിചയമുള്ള മത നേതാക്കളോടും അതുപോലെ ബന്ധുക്കളോടും, എന്തിന് അയൽക്കാരോട് പോലും, രാഷ്ട്രീയക്കാരോടും ഒക്കെ ഗുഡ് ബൈ പറഞ്ഞിട്ട് ഒരു പരിചയവുമില്ലാത്ത ഈ ദൈവദാസന്മാരോട് ചേർന്ന് പാടാനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും തയ്യാറാകുന്നത്. ഇത് ലോകത്ത് എവിടെയുമുള്ള ഒരു പ്രതിഭാസമാണ്. കാരണം യേശു പറഞ്ഞു, നിങ്ങൾ പോവുക, ലോകത്തിൻ്റെ അറ്റത്തോളം പോവുക, ഞാൻ കൂടെ ഇരിക്കാം. യേശു കൂടെ ഇരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആളുകൾ അവരുടെ മതം അല്ലെങ്കിൽ അവരുടെ ബന്ധങ്ങൾ വിട്ട് ദൈവദാസന്മാരോട് ചേരുവാൻ തയ്യാറാകുന്നത്. ഇങ്ങനെയുള്ള ഒരു അത്ഭുതം അവിടെ സംഭവിച്ചു. ആ അത്ഭുതം സംഭവിച്ച മനുഷ്യൻ അപ്പോസ്തലന്മാർ ചേർന്ന് നിൽക്കുന്നതിനാൽ അവർക്കൊന്നും പറയാനായിട്ട് എതിര് പറയാൻ സാധിച്ചില്ല. പ്രിയപ്പെട്ടവർ, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്ന ആളുകൾ ദൈവദാസന്മാരോട് ചേർന്ന് നിൽക്കണം. അവർ പാടുകയോ പ്രസംഗിക്കുകയോ ഒന്നും പ്രത്യേകിച്ച് ചെയ്തില്ലെങ്കിലും അവരുടെ നെവരെ നിൽക്കുന്ന ശക്തമായ ആ നിലപാട് അത് വലിയൊരു സാക്ഷ്യമാണ്. അങ്ങനെ കർത്താവിനെ കൈക്കൊണ്ട ആളുകൾ ദൈവദാസന്മാരോട് ചേർന്ന് സുവിശേഷ സാക്ഷ്യം വഹിക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.